പണ്ട് പച്ചക്കുന്നുകൾക്കും ഒഴുകുന്ന നദിക്കുമിടയിലുള്ള ഒരു ഗ്രാമത്തിൽ മീര എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മീര അവളുടെ ബുദ്ധിക്കും പെട്ടെന്നുള്ള കഴിവിനും പേരുകേട്ടവളായിരുന്നു. പക്ഷേ അവൾക്ക് ഒരു പോരായ്മയുണ്ടായിരുന്നു. അവളെപ്പറ്റി തന്നെ അങ്ങേയറ്റം അഭിമാനിച്ചു. എല്ലാത്തിനും ഞാൻ മികച്ചവളാണെന്ന് സ്വയം അവൾ വിശ്വസിക്കുകയും പലപ്പോഴും മറ്റുള്ളവരെ അവജ്ഞയോടെ കാണുകയും ചെയ്തു. മീരയുടെ അഭിമാനം അവളെ ഒറ്റപ്പെടുത്തി. അവൾ തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹസിക്കുകയും ചെയ്യും. ഗ്രാമവാസികൾ അവളുടെ കഴിവുകളെ അഭിനന്ദിച്ചെങ്കിലും അവളുടെ കൂട്ടുകെട്ട് ഒഴിവാക്കി. ബുദ്ധിവൈഭവമുണ്ടായിരുന്നിട്ടും മീരയ്ക്ക് ഇത്ര ഏകാന്തത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം വില്ലേജ് പാചകം, കഥ പറച്ചിൽ തുടങ്ങി വിവിധ വൈദഗ്ധ്യങ്ങളിൽ മത്സരങ്ങളിലുള്ള ഒരു വലിയ മത്സരം ഗ്രാമം പ്രഖ്യാപിച്ചു. വിജയിക്ക് ഗോൾഡൻ ട്രോഫിയും വില്ലേജ് ചാമ്പ്യൻ പട്ടവും ലഭിക്കും. തൻ്റെ കഴിവുകളിൽ ആത്മവിശ്വാസമുള്ള മീര എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ തീരുമാനിച്ചു. മത്സരദിനം എത്തിയതോടെ ഗ്രാമചത്തുരത്തിൽ ആവേശം അലയടിച്ചു. മീര തൻ്റെ മൂർച്ചയുള്ള ലക്ഷ്യത്തോടെ അമ്പെയ്ത്ത് മത്സരത്തിൽ വിജയിച്ചു. പാചക മത്സരത്തിലെ അവളുടെ വിഭവത്തിന് ഉയർന്ന പ്രശംസ ലഭിച്ചു. എന്നിരുന്നാലും കഥ പറച്ചിൽ മത്സരമായിരുന്നു അവൾക്ക് വെല്ലുവിളി നേരിട്ടത്. ആകർഷകമായ കഥകൾക്ക് പേരുകേട്ട നാനി എന്ന വയോധികയും മത്സരിക്കുന്നുണ്ട്. നാനിയെ അനായാസം മറികടക്കാമെന്ന് കരുതി മീര പരിഹസിച്ചു. അവളുടെ ഊഴമായപ്പോൾ സങ്കീർണമായ വിശദാംശങ്ങളും ശ്രദ്ധേയമായ പദസമ്പത്തും നിറഞ്ഞ ഒരു സമർത്ഥമായ കഥ മീര പറഞ്ഞു. ജനക്കൂട്ടം മാന്യമായി കൈയടിച്ചു. പക്ഷേ യഥാർത്ഥ ആവേശമുണ്ടായില്ല. പിന്നെ നാനിയുടെ ഊഴമായിരുന്നു. അവർ തൻ്റെ കഥ ആരംഭിച്ചു. ജനക്കൂട്ടം പെട്ടെന്ന് നിശബ്ദമായി, പൂർണ്ണമായും അതിലേക്ക് മുഴുകി. അവരുടെ കഥ ലളിതവും എന്നാൽ ഊഷ്മളതയും വികാരവും നിറഞ്ഞതായിരുന്നു. സ്നേഹത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും സമൂഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അവർ സംസാരിച്ചു. അവസാനം എല്ലാവരെയും ഇളക്കിമറിച്ചു. ചിലർ കണ്ണുനീർ തുടച്ചു. വിധികർത്താക്കൾ ഫലം പ്രഖ്യാപിച്ചു. അമ്പെയ്ത്ത്, പാചകം എന്നീ മത്സരങ്ങളിൽ മീര വിജയിച്ചിരുന്നു. എന്നാൽ കഥ പറയൽ മത്സരത്തിലും അതോടൊപ്പം മൊത്തത്തിലുള്ള മത്സരത്തിലും നാനി വിജയിച്ചു. മീര സ്തംഭിച്ചുപോയി. ഏറ്റവും മിടുക്കിയും കഴിവുള്ളവളുമായ അവൾക്ക് എങ്ങനെ ഒരു വൃദ്ധയെ മറികടക്കാൻ കഴിഞ്ഞില്ല? അപമാനിതയായി ദേഷ്യവും ആശയക്കുഴപ്പവും നിറഞ്ഞ കണ്ണീർ അവളുടെ മുഖത്തുകൂടി ഒഴുകി. മീര കാട്ടിലേക്ക് ഓടി. അവൾ നദിക്കരയിലിരുന്നു. സംഭവങ്ങൾ മനസ്സിൽ ആവർത്തിച്ചു. അപ്പോഴാണ് നാനി പ്രത്യക്ഷപ്പെട്ടത്. അവർ അവളുടെ അരികിലിരുന്നു. എന്തിനാ കുട്ടി വിഷമിക്കുന്നത്? നാനി പതുക്കെ ചോദിച്ചു. നിങ്ങൾ എങ്ങനെ ജയിച്ചു? മീര പൊട്ടിത്തെറിച്ചു. എൻ്റെ കഥ മികച്ചതായിരുന്നു. നാനി ദയയോടെ പുഞ്ചിരിച്ചു. നിങ്ങളുടെ കഥ വളരെ ബുദ്ധിയുള്ളതായിരുന്നു. പക്ഷേ അതിന് ഹൃദയമില്ലായിരുന്നു. ആളുകൾ അവരുടെ മനസ്സിനെ മാത്രമല്ല അവരുടെ ആത്മാവിനെ സ്പർശിക്കുന്ന കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മീര മുഖം ചൊളിച്ചു. എന്നാൽ ഞാനാണ് ഏറ്റവും മികച്ചത്. ഞാൻ വിജയിക്കണമായിരുന്നു. നാനി തലയാട്ടി. അഭിമാനം ഒരു വലിയ ഭാരമായിരിക്കും മീര. അത് മറ്റുള്ളവരുടെ ശക്തിയിൽ നിന്ന് നിങ്ങളെ അന്ധരാക്കുകയും വളരുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. വിനയത്തിലും വിവേകത്തിലും നിന്നാണ് യഥാർത്ഥ മഹത്വം ഉണ്ടാകുന്നത്. നാനിയുടെ വാക്കുകൾ ആലോചിച്ച് മീര നിശബ്ദയായിരുന്നു. തൻ്റെ അഹങ്കാരം ഗ്രാമത്തിൽ നിന്ന് തന്നെ എങ്ങനെ ഒറ്റപ്പെടുത്തിയെന്ന് അവൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. നാനിയുടെ ജ്ഞാനത്തിൻ്റെ മൂല്യവും അവർ നിരസിച്ച ലളിതവും ഹൃദയംഗമമായ ബന്ധങ്ങളിലെ സൗന്ദര്യവും അവൾ കണ്ടു. അടുത്ത ദിവസം മീര മാറാൻ തീരുമാനിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി. ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തി അവൾ നാനിയെയും മറ്റു ഗ്രാമീണരെയും സമീപിച്ചു. അവൾ അവരുടെ കഥകൾ ശ്രവിക്കുകയും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും കൂടുതൽ വിനയത്തോടെയും വിവേകത്തോടെയും തുറന്ന രീതിയിലും സ്വന്തം കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തു. കാലക്രമേണ ഗ്രാമവാസികളുമായുള്ള മീരയുടെ ബന്ധം മെച്ചപ്പെട്ടു. അവൾ ആദരവും ദയയും കാണിച്ചതിനാൽ അവർ അവളുടെ കഴിവുകളെ കൂടുതൽ വിലമതിച്ചു. മീരയുടെ ഹൃദയം തുറന്നു. അവൾ യഥാർത്ഥ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും സന്തോഷം കണ്ടെത്തി.
വർഷങ്ങൾക്ക് ശേഷം മീര ഗ്രാമത്തിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയായി മാറി. അവളുടെ ബുദ്ധിക്കും കഴിവുകൾക്കും മാത്രമല്ല, വിവേകത്തിനും വിനയത്തിനും കൂടി പേരുകേട്ടതാണ്. നാനിയിൽ നിന്ന് പഠിച്ച പാഠം അവൾ പലപ്പോഴും പങ്കുവച്ചു. അഹങ്കാരത്തെ താഴ്മയോടെ സന്തുലിതമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരെ പഠിപ്പിച്ചു. അങ്ങനെ മീരയുടെ കഥ ഗ്രാമത്തിൽ ഒരു ഇതിഹാസമായി മാറി. യഥാർത്ഥ മഹത്വം എന്നത് കേവലം മികച്ചത് ആയിരിക്കുക മാത്രമല്ല, തൻ്റെ ഏറ്റവും മികച്ച പതിപ്പായ ദയയും വിനയവും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണെന്ന് ഓർമ്മപ്പെടുത്തലായി. If you love to watch this video, you can like, share and subscribe.